ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ദൈവം നമുക്കൊരു പുതുവത്സര വർഷം തന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ വർഷക്കാലം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മുടെ ചെറുതും വലുതുമായ രോഗത്തിൽ നിന്ന്, പീഡകളിൽ നിന്ന് എങ്ങനെയൊക്കെ ദൈവം നമ്മളെ സംരക്ഷിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ പറഞ്ഞാൽ മതിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഒരു പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് എൻ്റെ ഭവനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇതായിട്ട് നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുമോ, ചേച്ചി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അതല്ല, എൻ്റെ രീതിയിലായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ 2024 ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിംഗ് നടക്കുക 30, 31, 1. അപ്പോൾ ഇന്ന് സൺഡേ ആണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടു. എനിക്കറിയില്ല, കാരണം ഇന്നലെ നമ്മൾ മീറ്റിങ്ങിന് പോയോണ്ട് അങ്ങോട്ട് ഓർത്തില്ല കേട്ടോ. അപ്പം ഇപ്പോൾ വന്നേ ഉള്ളു. കണ്ടോ, വേഷം മാറിയില്ല. വന്നിട്ട് ഇനി തുണി ഇടാൻ പോകുന്നു, ഞാൻ കുളിക്കാൻ പോകുന്നു. അതിനുമ്പോട്ട് എൻ്റെ മുത്തുമണികൾക്ക് ചിലപ്പോൾ ഞാനങ്ങ് ഇൻട്രോയിൽ പറയാൻ വിട്ടുപോകും. അതാ ഇന്നലെ ഞാനൊന്ന് ചിന്തിച്ചത്, പക്ഷേ ആ സമയത്ത് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ എല്ലാവരും എനിക്ക് ഒത്തിരി പേര് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ തന്നു. അതിനെല്ലാം നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ. എൻ്റെ അവസ്ഥയാണെങ്കിൽ എൻ്റെ ദൈവം എന്നെ പല തരത്തിൽ നമ്മളിപ്പം ഓർത്തിരിക്കും. നമ്മൾക്ക് വന്ന ഫോൾട്ട് മീൻസ് നമ്മുടെ ജീവിതത്തിൽ വന്ന അസുഖം അല്ലെങ്കിൽ പോരായ്മകൾ അതൊക്കെ ഓർത്തിരിക്കും. പക്ഷെ ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമ്മളെ എങ്ങനെല്ലാം ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ആ ദൈവം നമ്മളെ എത്രമാത്രം കാത്തു പരിപാലിച്ചു എന്നുള്ളതിന് എത്രത്തോളം ഈ ഒരു വർഷത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ വർഷത്തിൽ പലരും പലതും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളിലൊന്നും മറുപടി കിട്ടിയില്ലെങ്കിൽ ഈ 2024 ദൈവം അതിനൊക്കെ മറുപടി ആയിട്ട്. പ്രത്യേകിച്ച് ഞാനൊരു വിഷയം എൻ്റെ മനസ്സിലിപ്പം വന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷാലു കിച്ചണിൽ പോയി. കാരണം ഷാലു കിച്ചൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ സമയം കിട്ടുമ്പോൾ നോക്കുമ്പോൾ ഞാൻ ഈ ടൈറ്റിൽ ഉടനെ പുള്ളിക്കാരുടെ മരുമോള് വിളിച്ചുകൊണ്ട് പോകുന്ന അന്നേരം അവരുടെ ആ ഒരു സീനൊക്കെ കണ്ടോണ്ടേ ഞാനും പോയി അവിടെ കമൻ്റ് ഇട്ടു. അപ്പോൾ അതിൽ കുറേ പേര്, എത്ര പേര് കുഞ്ഞുങ്ങളില്ലാത്തവർ അതിൻ്റെ അകത്ത് വന്ന് കമൻ്റ് ഇട്ടേക്കുന്നതെന്ന് അറിയാമോ. അപ്പം ഞാൻ പോയി കമൻ്റ് ഇട്ട്, എനിക്ക് അവരൊന്നും എൻ്റെ ചാനലിൽ വന്നവരല്ല, എനിക്കറിയാവുന്നവരുമല്ല. പക്ഷെ അന്ന് മുതൽ ഞാൻ അവരുടെ പേരുകൾ അറിയത്തില്ലെങ്കിലും അതിൽ വന്ന് കമൻ്റ് ഇട്ടവരുടെ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 2024 എൻ്റെ മനസ്സിൽ വന്നത് ഇവർക്കൊക്കെ ഒരു തലമുറയെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അറിവിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, അവർക്കും എൻ്റെ ഫാമിലിയിലും ഉണ്ട്. ദൈവം തക്ക സമയത്ത് 2024 കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സമയം വേറെ ഒന്നായിരിക്കും. അതുപോലെ ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പല പല പ്രയാസങ്ങളുള്ളൊരു ജോലി ഇല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ഈ 2024 ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും എൻ്റെ രീതിയിൽ നിന്ന് കഴിഞ്ഞ വർഷക്കാലം ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വിഷമമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ അറിവില്ലായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ക്ഷമിക്കണേ. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. നിങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു. ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഓക്കെ, ഇന്നും നല്ല യാത്ര കാരണം എൻ്റെ നടുവൊക്കെ നല്ല വേദന, കാലൊക്കെ ഭയങ്കര വേദനയാണ്. സ്റ്റെപ്പൊക്കെ കയറും. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലേ നമുക്കവിടെ റൂമില്ല. അപ്പം നമ്മുടെ പരിചയത്തുള്ള ആരെങ്കിലും റൂമിൽ പോയി കുറച്ച് നേരം ഞാൻ ഒന്ന് നടു നോക്കും. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ കാലിൻ്റെ വണ്ണയ്ക്കൊക്കെ നല്ല മുട്ടിനൊക്കെ ഈ ഒരു മുട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കെട്ടിക്കിടക്കുവാണ്. വീണതാ, 2-3 പ്രാവശ്യം മുട്ടിടിച്ച് വീണതാ. ഓക്കെ, അതുപോലെ എൻ്റെ പല ഓരോരുത്തരുടെയൊക്കെ ചാനലിൽ ഞാൻ പോയി വീഡിയോ കാണുമായിരുന്നു. പക്ഷെ അവരുടെയൊന്നും വീഡിയോ കാണാൻ സമയം കിട്ടുന്നില്ല. ഞാൻ ഒരുമിച്ച് കാണും കേട്ടോ. എപ്പോഴേലും കണ്ടിട്ട് ഞാൻ കമൻ്റ് ഇടാം കേട്ടോ. ഇതിപ്പം രാവിലെ ഞങ്ങൾ സെക്കൻഡ് ഡേ ക്യാമ്പ് മീറ്റിങ്ങിന് പോവാം. ഞാനും പ്രൈസമോനും റേച്ചാനൂടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇറങ്ങിയോണ്ടേ അവിടെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് അതെന്തുവാണെന്നറിയാമോ, ആമ്പലാണെന്ന് തോന്നുന്നു കേട്ടോ. ആമ്പലായത്. അതിൻ്റെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ നല്ല പട്രോസായും ഒക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാൻ
കണ്ടോ, നല്ല റെഡ് പട്ടുറോസ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തോ എന്തോ രോഗം പറഞ്ഞ कुछ नहीं बोला, वो कितना जीबी लिया था वो बता रहा था. प्रिसन बनीन इങ്ങനെ ആക്കാതെ, कोई आदत है ऐसा 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 कुछ बात करने का टाइम लिप ഇങ്ങനെ ബ്ലസ്സിയുടെ ലിബ എന്താ തേക്ക് എടുക്കുക റൂമില കൊക്കോ ബട്ടർ മെഡിക്കൽ സ്റ്റോറിൽ കാണും. പപ്പ അടുത്ത് പറഞ്ഞാൽ മതി വാങ്ങിക്കാൻ. ഇത് ബ്ലസ്സി ഇവനെ എടുക്കുക. അന്നേരം ഇവർക്ക് സൺഡേ സ്കൂളിൻ്റെ എക്സാം ഉണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ. അപ്പം മൊബൈലിൻ്റെ അകത്ത് PDF പിള്ളേർക്ക് അയച്ചായിരുന്നു. അപ്പോൾ അവളും പ്രൈസനും ഒക്കെ ഒരു ക്ലാസ്സിലാണ്, ഒരു ഇതിലെ എക്സാമാണ്. അപ്പോൾ അവർ വാക്യമൊക്കെ വായിക്കുമായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന അമ്മാമ്മയാണ് ഇത്. ഞാൻ പറഞ്ഞ അമ്മാമ്മയെ നാളെ അമ്മാമ്മയുടെ വീഡിയോ വരുമെന്ന്. ഇപ്പോൾ ടീ ടൈം കഴിഞ്ഞുള്ള ബ്രേക്ക് ടൈമിൽ പിള്ളേരവിടെ അവരുടെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അവരെപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ടൈം കിട്ടിയാലും അവർ പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡിന് ഇന്നലത്തെ കൂട്ട് ഇന്നും എനിക്ക് വീഡിയോ ലാസ്റ്റിൽ ഒരു ഇച്ചിരി കിട്ടിയതേ ഉള്ളൂ. കാരണം ഭയങ്കര ലൈനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയും കൊണ്ടൊക്കെ നിൽക്കുമ്പം മറ്റുള്ളവർക്കൊരു ഇതല്ല, അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാനെന്ന് പറഞ്ഞാൽ എടുത്തില്ല. ലാസ്റ്റിൽ പിന്നെ ഇച്ചിരി കോളിഫ്ലവറിൻ്റെ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പുറത്ത് ചിക്കൻ കറി ആയിരുന്നു, അത് തീർന്നു. പിന്നെ ഡാള് കറി കൊണ്ട് കൊടുത്തവർ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ അതിൻ്റെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി നേരം മുകളിൽ പോയാലൊന്ന് കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് താഴെ വന്ന് ഇവിടൊക്കെ നടന്നാൽ നല്ല കാറ്റും നല്ലൊരു സുഖമാണ്. ഇവിടൊക്കെ നമുക്ക് നോക്കിക്കണ്ട് നടക്കാൻ. ഇവനുണ്ടല്ലോ ഒരു ഇച്ചിരി പിരി ആകുവന് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവനെ വെരുട്ടി അട്ടി ഇപ്പം കിട്ടുമെന്നും പറഞ്ഞു അങ്ങനെ ഓടിയതാണ്. അവർ പിന്നെ ഈ UP എന്നുള്ള ആൾക്കാരാണ്, അവൻ്റെ അമ്മയും ഫാമിലിയും വല്യമ്മയൊക്കെ. അവരൊക്കെ മീറ്റിങ്ങിൽ വരുന്നേ ഉള്ളു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ വോളിബോൾ കളിക്കുന്ന നേരത്തെ ഇവിടെ നിന്നും ഇങ്ങനില്ലായിരുന്നു. അവിടോട്ട് ഞാൻ വന്ന് അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ച്. അവിടെ ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും ഇത്തിരി നേരം വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഉച്ചയ്ക്ക് വന്ന് ബാഡ്മിൻ്റനൊക്കെ കളിക്കും ഇവിടെ വന്ന്. നല്ല കറിയാ കളിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ പിച്ചിയ വഴക്കുറയത്തില്ലോടി. നല്ല മണം. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഇങ്ങനെ പോയത് അങ്ങോട്ട്. അപ്പോൾ അവൾ പറഞ്ഞ് ഇച്ചിരി പിച്ചിക്കോട്ട് പോടിയെന്ന് പറഞ്ഞ്. അവളവിടെ സ്റ്റേ ചെയ്യുക. അപ്പോൾ ഞാൻ പറയടി അവരെങ്ങാനും കണ്ടാൽ വഴക്ക് പറയത്തില്ല. അവൾ പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു ഉമ്മാതാടി വഴക്ക് പറയാം അവർ. അവിടെ എല്ലാം അങ്ങ് എനിക്ക് തോന്നുന്നു നേരത്തെ അവിടെ വലിയൊരു കരിയാപ്പ് മരം ഉണ്ടായിരുന്നു. അതിൻ്റെ കാകൾ വീണ് പൊട്ടിച്ച് അങ്ങ് തുര കരിയാപ്പലയുണ്ട്. അപ്പോൾ അത് പിച്ചിയുള്ള നല്ല മണവും. കഴിഞ്ഞ വർഷം ഈ വോളിബോൾ കളിക്കുന്നിടം ഇങ്ങനെ അവർ ട്രാക്കൊന്നും ചെയ്ത് ഇട്ടിട്ടില്ലായിരുന്നു. അവിടെ എല്ലാം നമ്മുടെ ഈ മണ്ണ് പോലെ കിടക്കുമായിരുന്നു, നോർമൽ ഇതായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ വർഷമാണ് അവർ ഇത്രയും പുരോഗമിപ്പിച്ച്. അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് ഇങ്ങനൊരു ബജിയ പോലെ, അതെന്തുവന്നോ നമ്മുടെ തുമരപ്പരിപ്പ്
കടലമാവിൽ മുക്കി ഉണ്ടാക്കിയത്, തുമരപ്പരിപ്പ് അരച്ചിട്ട്. അതായിരുന്നു ചായക്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.